ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇതൊരു അമ്മയുടെ അപേക്ഷയാ. അപേക്ഷിക്കേണ്ട കാര്യമൊന്നുമില്ലമ്മേ. ജഗന്റെ കാര്യത്തില് അമ്മയ്ക്കുള്ള അതേ താല്പര്യവും പ്രാർത്ഥനയും ഒക്കെ എനിക്കുണ്ടെന്ന് അമ്മയ്ക്കറിയാലോ. ദൈവാധീനം കൊണ്ട് മരണം വഴിമാറിപ്പോയിന്ന് തന്നെ പറയാം. വഴിമാറിപ്പോയ മരണം ജഗന്റെ ആയുസിന് വേണ്ടി പതിയിരിക്കുകയാണെന്നുള്ള സത്യം അവഗണിക്കാവുന്നതല്ല. മരണോ? ജഗനോ? അതെ. ജോത്സരെ, ജഗൻ വിവാഹിതനാ. ഈ നിൽക്കുന്ന വന്ദനയാ ഭാര്യ. ഈ വീട്ടിലെ പ്രിയപ്പെട്ട മകനാണ് ജഗൻ. കുട്ടി, ഞാൻ പറയുന്നത് കള്ളപ്രവചനമാണെന്ന് കരുതി അവഗണിക്കരുത്. ശാസ്ത്രീയ വിധിപ്രകാരമുള്ള ഫലങ്ങളാണ് ഞാൻ പറയുന്നത്. കുട്ടിക്ക് ഇതിലൊന്നും വിശ്വാസമില്ലേ? മരണം പതിയിരിക്കുന്ന ജീവിതം, അതിനേക്കാൾ വലിയൊരു സമയദോഷം ജഗൻ ഉണ്ടാകാനില്ല. അത് കേട്ടിട്ടും കുറുപ്പിനെ പോലെ ഒലയാത്ത മനസ്സാണോ സുമലത നിനക്കുള്ളത്? അല്ല, ജഗന്റെ ദോഷം തീരാനുള്ള പരിഹാര കർമ്മങ്ങൾ എന്താന്ന് വെച്ചാ നടത്തണം. എന്റെ കുഞ്ഞിന്റെ ജീവരക്ഷയ്ക്ക് വേണ്ടത് എന്തൊക്കെയാണോ അതൊക്കെ ചെയ്യണം. ഭർത്താവിന്റെ ജീവനിൽ ഭാര്യയ്ക്ക് തോന്നാത്ത ഉത്കണ്ഠ മകന്റെ കാര്യത്തിൽ പെറ്റമ്മയ്ക്ക് തോന്നിയല്ലോ. ഹോ, ആശ്വാസം. മരണദോഷം അകലാനുള്ള പരിഹാരം പറയണം ജ്യോത്സ്യരെ. കണ്ടതായ പരിഹാരമാർഗം പറയാം. ജഗന്റെ ഭാര്യ 41 നാൾ ജഗനിൽ നിന്ന് അകന്നു കഴിയണം. മൃത്യുദോഷം ഒഴിയാൻ വേണ്ടി ഞാൻ നിർദ്ദേശിക്കുന്ന പൂജകളും വഴിപാടുകളും ഒക്കെ കൃത്യമായി നടത്തണം. ഭർത്താവിൽ നിന്ന് അകന്നു കഴിയണമെന്ന് പറയുമ്പോ ജഗന്റെ ഭാര്യ ജഗന് ആഹാരം പോലും വിളമ്പിക്കൊടുക്കാൻ പാടില്ല എന്നർത്ഥം. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ജഗന്റെ ഭാര്യ പൂജയും വഴിപാടുകളും നടത്തുന്നത് തന്റെ മൃത്യുദോഷം അകലാനാണെന്നുള്ള സത്യം ജഗൻ ഒരിക്കലും അറിയാൻ പാടില്ല. അല്ല, അറിഞ്ഞാലെന്താ ജ്യോത്സ്യരെ? ജഗൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഭാര്യ നടത്തുന്ന ദോഷപരിഹാര കർമ്മങ്ങൾക്ക് യാതൊരു ഫലങ്ങളും ഇല്ലാതാകും. ഞാൻ ഗ്രഹിച്ചതായ കാര്യങ്ങൾ പറഞ്ഞു. ചെയ്യേണ്ടതായ കാര്യങ്ങളുടെ വിശദമായ വിവരങ്ങളും കുറിച്ചു തരാം. ബാക്കിയൊക്കെ അവരവരുടെ ഇഷ്ടം പോലെ. മോളെ, ജഗന്റെ ജീവരക്ഷയ്ക്ക് വേണ്ടി ഭാര്യയെ നീ ചെയ്യേണ്ടതെല്ലാം ചെയ്തിരിക്കണം. ഇതൊരു അമ്മയുടെ അപേക്ഷയാ. അപേക്ഷിക്കേണ്ട കാര്യമൊന്നുമില്ലമ്മേ. ജഗന്റെ കാര്യത്തില് അമ്മയ്ക്കുള്ള അതേ താല്പര്യവും പ്രാർത്ഥനയും ഒക്കെ എനിക്കുണ്ടെന്ന് അമ്മയ്ക്കറിയാലോ. ജോത്സ്യൻ നിർദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങളും തികഞ്ഞ ഭക്തിയോടെ വിശ്വാസത്തോടെ ഞാൻ ചെയ്തോളാം. എല്ലാം മംഗളകരമായി തന്നെ നടക്കും.
ജഗതേ, ചന്ദ്രിക അമ്മ ഇപ്പൊ വരാമേ. ആ ചന്ദ്രികാമ്മയെ ഇവിടെ തീരെ പ്രതീക്ഷിച്ചില്ലായിരുന്നു. അത്ഭുതമായിരിക്കുന്നു. ഇവിടെ എന്താ ചന്ദ്രികാമ്മേ? മനോജും ഭാര്യ ഹരിതയും ഇവിടെ അടുത്തൊരു വീട്ടിലാ ഇപ്പൊ താമസിക്കുന്നത്. ഞാനും അവരോടൊപ്പം. നന്നായി ചന്ദ്രികാമ്മേ. കൂട്ടിലടച്ച കിളികളെ പോലെ ഇങ്ങനെ ചടഞ്ഞുകൂടി കഴിഞ്ഞാ ഒരിക്കലും ശരിയാകില്ല. അവനവന്റെ ജീവിത മാർഗം തേടി മാറി താമസിക്കുന്നതാ എല്ലാവർക്കും നല്ലത്. ചന്ദ്രികാമ്മയ്ക്കും ഒരു ചേഞ്ചൊക്കെ ആയല്ലോ. മനോജിന്റെ വീട് ഇവിടെ എവിടെയായിട്ട് വരും? ഇവിടുന്ന് കുറച്ച് പുറകോട്ട് പോകുമ്പോ ഒരു സൂപ്പർ മാർക്കറ്റ് ഇല്ലേ, അതിന്റെ തൊട്ടടുത്ത് കാണുന്ന വീടാ. അതിന്റെ 2 വീടിനപ്പുറത്താ ഞാൻ ജോലിക്ക് നിൽക്കുന്ന വീട്. അപ്പൊ നമ്മൾ അയൽക്കാരായല്ലോ. നന്നായി ജഗതേ, ഇടയ്ക്കിടെ കാണാനും വിശേഷങ്ങൾ പറയാനും ഒക്കെ സൗകര്യമായല്ലോ. ഈ പെണ്ണിതെവിടെ പോയി? ജഗത ആരെയും നോക്കുന്നേ? എന്നോടൊപ്പം ജോലിക്ക് നിൽക്കുന്ന ഒരു പെണ്ണും കൂടെ വന്നിരുന്നു. അവൾ എങ്ങോട്ട് പോയോ ആവോ? മീനാക്ഷി, ആ ഇങ്ങോട്ട് വാ. ഇതാണ് എന്നോടൊപ്പം ജോലിക്ക് നിൽക്കുന്ന കുട്ടി. തീയും പുകയും കൊണ്ട് കഴിയുന്ന നിനക്കെന്തിനടി പൂവ്? വൈകിട്ട് ക്ഷേത്രത്തിൽ പോകുമ്പോ വെക്കാനാ. അല്ല, ഇതാരാന്ന് മനസ്സിലായില്ലല്ലോ. എന്റെ മോള് സുചിത്രയുടെ ഭർത്താവിന്റെ അമ്മയാ, ചന്ദ്രിക അമ്മ. നമ്മളിപ്പോ അയൽക്കാരായിരിക്കാണ് മീനാക്ഷി. കാണണമെന്ന് തോന്നുമ്പോഴൊക്കെ നമുക്ക് കാണാം. മാനത്തെ കൊട്ടാരം